അതെ, ഇന്നാണ് എൻ്റെ PFOയുടെ എക്സാം. BFO എന്ന് പറയുമ്പോൾ PSCക്കാർക്കൊക്കെ പൊതുവെ മനസ്സിലാവും. അപ്പോൾ ഒത്തിരി നാൾ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ പരീക്ഷ എഴുതാൻ പോകുന്നത്. എന്നാലും ഒറ്റ അറ്റംപ്റ്റിൽ കിട്ടും എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. ഇതാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ വന്ന സ്കൂൾ. പിന്നെ ഈ വട്ടം ഞാൻ ഇത്തിരി നേരത്തെ വന്നിട്ടുണ്ട്. പിന്നെ വാച്ചൊന്നും ഹാളിൽ അലോഡല്ല. അതുപോലെ ഞാൻ ഈ വട്ടം ഒരു കുപ്പി വെള്ളവും കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അങ്ങനെ എക്സാമൊക്കെ ഭംഗിയായി ഞാൻ പൂർത്തിയാക്കി. എക്സാം ഹാളിൽ നിന്ന് ടീച്ചർ എന്നെയും എൻ്റെ ഫോട്ടോയും കണ്ടിട്ട് മോളെ നീ വല്ലാണ്ട് മോശമായിപ്പോയി എന്ന് പറഞ്ഞു. ഞങ്ങൾ ചുറ്റുപേരെ എന്നെ കണ്ടിട്ടില്ലാത്ത ടീച്ചർ എങ്ങനെ ഇത് കണ്ടുപിടിച്ചു? ഉച്ചയ്ക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഞാനൊന്നും കഴിച്ചില്ല. അതുകൊണ്ട് എക്സാം കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മുടെ കോളേജ് ജംഗ്ഷനിലുള്ള കഫേ ഗ്രാവിറ്റിയിൽ വന്നിട്ട് ഒരു ബർഗറും ഒരു ഷാർജയും പറഞ്ഞു. സത്യം പറഞ്ഞാൽ അപ്പോഴും ഞാൻ ആ ടീച്ചർ പറഞ്ഞ കാര്യം ആലോചിക്കാം. എന്തായാലേ നമ്മുടെ ആൾക്കാർ നമ്മൾ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല, നമ്മളെ പരിചയം പോലുമില്ല, എന്നാലും ഓടി വന്ന് അവരിത് പറഞ്ഞപ്പോൾ ശരാ ഞാൻ ശരിക്കും മോശമായോ, ഇനി അങ്ങനെയാണോ എന്നൊക്കെ ചിന്തിച്ചു. പിന്നെ അധികം ചിന്തിക്കാൻ നേരം കിട്ടില്ല. അപ്പോഴത്തേനും ബർഗറും ഷാർജയും വന്നു. പിന്നെ അവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് എൻ്റേതുപോലെ മറ്റൊരു വണ്ടി കണ്ടിട്ട് ആ വണ്ടിയിൽ കൊണ്ടുപോയി ഞാൻ കീ ഇട്ടു. പിന്നെ ഹെൽമെറ്റ് തപ്പിയപ്പോഴാണ് എൻ്റെ വണ്ടി മറ്റേതാണെന്ന് ഞാൻ അറിയുന്നത്. പിന്നെ എന്തായാലും ലിപ്സ്റ്റിക്ക് ഇടണം എന്നൊരു കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അതുകൊണ്ട് ഒരു ലിപ്സ്റ്റിക്ക് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ അവിടുന്ന് നേരെ നമ്മുടെ കൊല്ലത്തുള്ള ബഡാ ബസാറിൽ പോയി. പിന്നെ അവിടെ ചെന്ന് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിൽ നിന്നപ്പോൾ എന്നെ കാത്ത് എൻ്റെ സെറമോളൊപ്പം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തേത് ഇത്രയേ ഉള്ളൂ. ബാക്കി പുറകെ കാണാം. സീ യു സൂൺ.